നെടുമ്പാശ്ശേരി അവയവ കച്ചവടത്തിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും അതേക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ അവയവ കച്ചവടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം കേസ് അന്വേഷിക്കും. അവയവ മാഫിയയുമായി തന്റെ ബന്ധം ഹൈദരാബാദിൽ നിന്നാണെന്നാണ് സാബിത് നാസറിന്റെ മൊഴി. വിവരങ്ങളുമായി ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നു. ആദിത്യൻ, ഗുഡ് മോർണിംഗ്. സാബിത്തിന്റെ മൊഴിയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാവുന്നത്? ഈ കേസിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം? ആദിത്യൻ. മോത്തി, സാബിത്തിന്റെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതിപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തൊരു കേസ് രാജ്യാന്തര അവയവക്കടത്ത് മാഫിയ സംഘങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയിലേക്കാണ് ഈ കേസിന്റെ വ്യാപ്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാൾ ഹൈദരാബാദിലേക്ക് കടന്ന് അയാൾ തൻ്റെ അവയവം ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2019 തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായപ്പോഴാണ് ഹൈദരാബാദിലേക്ക് പോയി ഇത്തരത്തിൽ വൃക്ക ദാനം ചെയ്യാൻ സന്നദ്ധത അറിയിക്കുന്നത് ഒരു ഏജന്റിനെ. പക്ഷെ അവിടെ ചെന്ന സാബിത്ത് മനസ്സിലാക്കുകയാണ് തൻ്റെ വൃക്ക ദാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണം, അല്ലെങ്കിൽ അത്രത്തോളം പണം ഇതിൻ്റെ ഏജന്റായി നിന്ന് പ്രവർത്തിച്ച് തന്നെ സമാഹരിക്കാമെന്ന് മനസ്സിലാക്കിയ സാബിത്ത് ഇതിൻ്റെ ഏജന്റായി മാറുകയായിരുന്നു. അതും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന നിർധനരായ പാവപ്പെട്ടവരെയാണ് ഇത്തരത്തിൽ അവയവദാന കടത്തിൻ്റെ മാഫിയയുടെ ഈ പിടിയിലായിപ്പോയിട്ടുള്ളതെന്നാണ് സങ്കടകരമായ കാര്യം. അവരെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയാണ് ഇത്തരത്തിൽ ഈ അവയവ കടത്ത് നടത്തിയിട്ടുള്ളത്, വൻതോതിൽ നടത്തിയിട്ടുള്ളത്. അതും 60 ലക്ഷം രൂപയൊക്കെ ഈ അവയവം ആവശ്യമുള്ള ആളുടെ പക്കൽ നിന്ന് 60 ലക്ഷം രൂപയോളം വാങ്ങി അതിൽ നിന്ന് 5-6 ലക്ഷം രൂപയാണ് ഈ അവയവം ദാനം ചെയ്യുന്ന ആൾക്ക് കൊടുത്തിരുന്നത്. അതായത് ആശുപത്രി ചെലവുകളും മറ്റുമൊക്കെ ഒരുപാടായി എന്ന പേരിൽ അവരെ പറ്റിക്കുകയായിരുന്നു എന്ന് സാരം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള കടത്താണ്, തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വളരെ വ്യാപ്തിയേറിയ ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്.